നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ശ്രീ വിഷ്ണു ഭഗവാന്റെ 5ാമത്തെ അവതാരമായ വാമനാവതാരത്തെ പറ്റിയാണ്. ഭഗവാന്റെ ആദ്യത്തെ മനുഷ്യരൂപത്തിലുള്ള അവതാരം കൂടിയാണ് വാമനാവതാരം. നരസിംഹാവതാരത്തിലെ പ്രഹ്ലാദൻ്റെ പൗത്രനായ മഹാബലി ചക്രവർത്തിയുടെ അഹംബോധം ശമിപ്പിക്കാനും ഭൂമിയിലും ദേവലോകത്തും ശാന്തിയും സമാധാനവും തിരികെ കൊണ്ടുവരാനും ദേവേന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം ഭഗവാൻ വാമനാവതാരം എടുത്തു. മഹാബലി നടത്തുന്ന യാഗശാലയിലെത്തിയ ഭഗവാൻ തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് ദാനമായി ചോദിച്ചു. ഭഗവാന്റെ തന്ത്രം മനസ്സിലാക്കിയ ഗുരു ശുക്രാചാര്യർ തടഞ്ഞെങ്കിലും മഹാബലി 3 അടി മണ്ണ് നൽകാൻ സമ്മതിച്ചു. പെട്ടെന്ന് ആകാശത്തോളം വളർന്ന ഭഗവാൻ 1 അടി കൊണ്ട് ഭൂമിയും 2ാമത്തെ അടി കൊണ്ട് സ്വർഗവും അളന്നു. 3ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ ഭക്തിപൂർവം തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്ത മഹാബലിയെ ഭഗവാൻ 14 ലോകങ്ങളിൽ സ്വർഗവാസികൾ പോലും വസിക്കാൻ കൊതിക്കുന്ന സുതലം എന്ന മറ്റൊരു ലോകത്തിൻ്റെ ചക്രവർത്തിയാക്കി അനുഗ്രഹിച്ച് അയച്ചു. അവിടെ മഹാബലിയുടെ കാവൽക്കാരനായി വാമനാവതാരത്തിലുള്ള ഭഗവാൻ നിലകൊള്ളുകയും മഹാബലിയെ അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായി സ്വർഗത്തിൽ വാഴിക്കുകയും ചെയ്തു എന്ന് ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. വാമനാവതാരം വെറുമൊരു പുരാണ കഥയല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന് ആവശ്യമായ വലിയ തത്വങ്ങളാണ് നൽകുന്നത്. ഒന്നാമത്തേത് അഹങ്കാരത്തിൻ്റെ പതനം. മഹാബലി മികച്ച ഒരു ഭരണാധികാരിയും ധർമ്മിഷ്ഠനും ആയിരുന്നുവെങ്കിലും ഞാൻ എന്ന ഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോകം മുഴുവൻ തൻ്റെ കീഴിലാണെന്ന അഹങ്കാരത്തെ ഇല്ലാതാക്കാനാണ് ഭഗവാൻ അവതാരമെടുത്തത്. എത്ര വലിയ ഉയരത്തിലാണെങ്കിലും അഹങ്കാരം വന്നാൽ പതനം ഉറപ്പാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കും. അടുത്തതായി വാഗ്ദാന പാലനം, സത്യസന്ധത. തൻ്റെ ഗുരുവായ ശുക്രാചാര്യർ വിലക്കിയിട്ടും തൻ്റെ സർവസ്വവും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും സത്യത്തിൽ ഉറച്ചു നിന്ന മഹാബലിയുടെ ആർജവം ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായാലും സത്യത്തിൻ്റെ വഴി വിടരുത് എന്ന പാഠം നമുക്ക് നൽകുന്നു. 3ാമത്തേത് സമർപ്പണം. ഭഗവാന് തൻ്റെ 3ാമത്തെ അടി അളക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി സ്വന്തം ശിരസ് തന്നെ കുനിച്ച് നൽകി. ഇത് പൂർണ്ണമായും ഈശ്വര സമർപ്പണത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ സമ്പത്തോ പദവിയോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തെ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുമ്പോഴാണ് മോക്ഷം ലഭിക്കുന്നത്. 4ാമത്തേത് ബാഹ്യരൂപം നോക്കി ഒരിക്കലും വിലയിരുത്തരുത്. ഭഗവാൻ ഒരു ചെറിയ ബാലനായിട്ടാണ് വന്നത്, എന്നാൽ ആ ചെറിയ രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഒരാളുടെ അറിവിനെയോ കഴിവിനെയോ അയാളുടെ രൂപം കണ്ട് ഒരിക്കലും വിലയിരുത്തരുത് എന്ന വലിയ സന്ദേശം ഇതിൽ ഉണ്ട്. 5ാമത്തേത് മിതത്വം പാലിക്കുക. 3 അടി മണ്ണ് എന്നത് ലളിതമായ ഒരു ആവശ്യമാണ്, എന്നാൽ അത് അളന്നപ്പോൾ പ്രപഞ്ചം മുഴുവനുമായി. അമിതമായ ആഗ്രഹങ്ങൾ മനുഷ്യനെ തളർത്തുമെന്നും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നാം ആഘോഷിക്കുന്ന ഓണം വാമനാവതാരത്തിൻ്റെ കൂടി കഥയാണ്. മഹാബലിയുടെ ത്യാഗത്തിൻ്റെയും വാമനാവതാരത്തിലുള്ള ഭഗവാന്റെ നീതിയെയും ഓർമ്മിപ്പിക്കുന്ന ഈ ചരിത്രം നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. കൂടാതെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കാനും ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ നിർത്തട്ടെ. നമസ്കാരം.